സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിൻ്റെ കഥ പറയുന്ന വീഡിയോ സീരീസിലെ 21ാം വോളിയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ വോളിയങ്ങളിൽ നമ്മൾ പറഞ്ഞ 1967 യുദ്ധത്തിലായിക്കൊള്ളട്ടെ, എൻഡബേ ഓപ്പറേഷനിലായിക്കൊള്ളട്ടെ, സർപ്രൈസ് അറ്റാക്ക് വഴി ഇസ്രായേൽ വലിയ മേൽക്കൈ നേടുന്ന സംഭവങ്ങളാണ് നമ്മൾ കണ്ടത്. 67 യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റ് തുന്നം പറഞ്ഞതാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള, നമ്മളന്ന് പറഞ്ഞത് ഇസ്രായേലിൻ്റെ ഏകദേശം 10 ഇരട്ടിയോളം ശക്തി വരുന്ന അറബ് രാജ്യ സമൂഹത്തെ നിലംപരിശാക്കാൻ ഇസ്രായേലിന് സാധിച്ചു. അത് സർപ്രൈസ് അറ്റാക്ക് വഴി അവർ ചെയ്തതാണ്. മറ്റവർ ആലോചിച്ചപ്പോഴത്തേക്ക് ഒരു അറ്റാക്ക് ചെയ്തു. അതുകൊണ്ട് അവർക്ക് അവരുടെ എയർഫോഴ്സിൻ്റെ പവർ ഒരു തരത്തിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല. അവർ ആലോചിച്ച് വന്നപ്പോഴേക്കും അവരുടെ എയർഫോഴ്സിനെ ഇസ്രായേൽ ന്യൂട്രലൈസ് ചെയ്തതാണ്. എൻഡബേ ഓപ്പറേഷനിലാണെങ്കിലും തീരെ ആലോചിക്കാതിരുന്ന സമയത്ത് വേറൊരു രാജ്യത്തിൻ്റെ തലസ്ഥാനം 4000 കിലോമീറ്റർ അകലെയുള്ള ഉഗാണ്ടയുടെ തലസ്ഥാനത്ത് വന്ന് അവരുടെ പ്രസിഡന്റിൻ്റെ പോലും ആശീർവാദത്തോടെ ഹൈജാക്ക് ചെയ്തുകൊണ്ടുവന്ന ഈ വിമാനത്തെ നമ്മൾ മലയാള ഭാഷയിൽ പറഞ്ഞാൽ പുഷ്പം പോലെ പൊക്കിക്കൊണ്ടുപോയ ഒരു കാഴ്ച. അപ്പോൾ ഇത് ലോകത്തിൽ ഈ സർപ്രൈസ് അറ്റാക്ക് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന് വലിയ പ്രശസ്തി നേടിക്കൊടുത്ത സംഗതിയാണ്. ഈ സർപ്രൈസ് അറ്റാക്ക് ഇസ്രായേലിന് നേരെ അറബ് രാജ്യങ്ങൾ പ്രയോഗിച്ച യുദ്ധത്തിൻ്റെ പേരാണ് യോം കിപ്പോർ വാർ. അങ്ങനെ യോം കിപ്പോർ വാറിൻ്റെ കഥയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തത് സിറിയയും ഈജിപ്തുമാണ്. സിറിയയും ഈജിപ്തും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം 1967 സിറിയയുടെ ഗോലാൻ കുന്നുകളെ ഇസ്രായേൽ പിടിച്ചെടുത്ത് കൈവശം വെച്ചിട്ടുണ്ട്. ഈജിപ്തിൻ്റെ സിനായ് പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്ത് കൈവശം വരുന്നത്. സിനായ് പ്രദേശം എന്ന് വലിയ പ്രദേശമാണ്. ഇസ്രായേലിൻ്റെ മൊത്തം ഏരിയയെക്കാളും ഏകദേശം 1.5 ഇരട്ടിയോളം വരുന്ന ഒരു വലിയ പ്രദേശമാണ് ഈ സിനായ് എന്ന് പറഞ്ഞാൽ. ആ പ്രദേശം മൊത്തം ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുത്ത് ഇസ്രായേൽ കൈവശം വെച്ചിരിക്കുകയാണ്. ഗോലാൻ ഹൈറ്റ്സ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ മൊത്തം ഏരിയയുടെ ഏകദേശം 1/4 വരുന്ന ഒരു പ്രദേശമാണ്. അതും ഇസ്രായേലെ പിടിച്ചെടുത്ത് കൈവശം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് മോചിപ്പിക്കുക എന്നുള്ള പ്രാഥമികമായ ലക്ഷ്യത്തോടു കൂടി ഇസ്രായേലും സിറിയയും രണ്ട് ഭാഗത്ത് നിന്ന്, തെക്ക് ഭാഗത്ത് നിന്ന് ഈജിപ്തും വടക്ക് ഭാഗത്ത് നിന്ന് സിറിയയും എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ നിന്നാണ് അതിശക്തമായ ആക്രമണം ഇസ്രായേൽ തീർത്തും പ്രതീക്ഷിക്കാതിരുന്ന ഒരു സമയത്ത് അഴിച്ചുവിട്ട യുദ്ധത്തിൻ്റെ പേരാണ് യോം കിപ്പോർ വാർ ഓർ റമസാൻ വാർ. കാരണം റംസാൻ മാസത്തിലെ 10ാം ദിവസമാണ് ഈ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ റംസാൻ മാസത്തിലും മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് ഒരു തരത്തിലും ആരും പ്രതീക്ഷിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു അപ്രതീക്ഷിതമായ സമയം. അതുപോലെ യോം കിപ്പോർ എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് അവരുടെ പ്രാർത്ഥന ആചരിക്കുന്ന വർഷത്തിൽ വളരെയേറെ റിലീജിയസ് ആയിട്ടുള്ള സമൂഹമാണ് ഇസ്രായേൽ സമൂഹം എന്ന് പറയുന്നത്. അവർ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും വീഴ്ച വരുത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ ഹോളിയസ്റ്റ് ഡേ ആണ്, ഏറ്റവും ഹോളിയസ്റ്റ് ആയിട്ടുള്ള ഡേ ആണ് ഈ യോം കിപ്പോർ എന്ന് പറയുന്നത്. ഡേ ഓഫ് അറ്റോൺമെൻറ്റ് എന്നാണ്, അതായത് പാപമോചനത്തിൻ്റെ ദിവസമാണ് അവരെ സംബന്ധിച്ച്. തിഷേരി എന്ന് പറയുന്ന മാസത്തിലാണ് യഹൂദ വർഷം ആരംഭിക്കുന്നത്. തിഷേരി മാസത്തിൻ്റെ 1ാമത്തെ ദിവസത്തെ റോഷ് ഹഷാന എന്ന് വിളിക്കും. ഈ റോഷ് ഹഷാന എന്ന് പറയുന്ന ദിവസം മുതൽ 10 ദിവസത്തേക്ക് അതിശക്തമായ നോയമ്പും ഉപവാസവും അനുഷ്ഠിച്ചുകൊണ്ട് 10ാമത്തെ ദിവസമാണ് യോം കിപ്പോർ എന്ന് പറയുന്ന ഈ ഡേ ഓഫ് അറ്റോൺമെൻറ്റ് അഥവാ പാപമോചനത്തിൻ്റെ ദിവസം വരുന്നത്. അപ്പോൾ 10 ദിവസം ഇവർ പശ്ചാത്താപത്തിൻ്റെ ദിവസങ്ങളായി ഉപയോഗിക്കുന്നു. 10ാം ദിവസം ഇവർ പാപമോചനം നേടുന്നു. നമ്മൾ ഈ ക്രിസ്ത്യാനികളൊക്കെ കുമ്പസാരിക്കുന്നത് പോലെ ജൂതന്മാർക്ക് ഒരു സ്വയം കുമ്പസാരമുണ്ട്. അവർ സ്വയമാണ് കുമ്പസാരിക്കുക. അപ്പോൾ സിനഗോഗിൽ പോയിരുന്നുകൊണ്ട് അവരുടെ പാപങ്ങൾ അവർ മനസ്സിൽ ഏറ്റുപറയുകയും അങ്ങനെ ഏറ്റുപറഞ്ഞ ശേഷം പൂജാവിധികളിലൂടെ സിനഗോഗിൽ നിന്ന് ഇപ്പം ബലിയർപ്പണങ്ങളില്ല. പഴയ നിയമത്തിൽ ലെവിക്കസ് പുസ്തകത്തിൽ, ലേവിയുടെ പുസ്തകത്തിൽ 16ാം അധ്യായത്തിലാണ് ഈ യോം കിപ്പോർ എന്ന് പറയുന്ന ദിനാചരണത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും വരുന്നത്. 16ാം അധ്യായം മൊത്തം 1 മുതൽ 34 വരെ വാക്യങ്ങൾ മുഴുവൻ ഈ ഒരു ദിവസത്തിൻ്റെ ആചരണത്തെക്കുറിച്ചാണ്. അന്ന് പിന്നെ ഒരു കാളക്കുട്ടിയെയും 2 ആടുകളെയുമാണ് അവർ ബലിയർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകേണ്ടതെന്നും അതിൽ കാളക്കുട്ടിയെ ഈ പുരോഹിതൻ്റെ തന്നെ പാപമോചനത്തിനായി ബലിയർപ്പിക്കണമെന്നും ഒരു ആട്ടിൻകുട്ടിയെ ജനത്തിൻ്റെ പാപമോചനത്തിനായി ബലിയർപ്പിക്കണമെന്നും വേറെ ഒരു ആട്ടിൻകുട്ടിയെ ബലി അർപ്പിക്കേണ്ട, പക്ഷേ പിന്നെ ബലിപീഠത്തിൽ വെച്ചതിന് ശേഷം അതിനെ എടുത്ത് വൈൽഡർനെസ്സിലേക്ക് അസാസേലിന് വേണ്ടി വിട്ടു. അസാസേൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഷേക്സ്പിയറൊക്കെ പറയുന്ന പിന്നെ ഈ ലൂസിഫറിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, ബെൽസിബൂബ് എന്നൊക്കെ പറയുന്നത്, അതുപോലത്തെ ഈ പിന്നെ പിശാചിൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് പരിഗണിക്കപ്പെടുന്ന ആളാണ് അസാസേൽ. അപ്പോൾ ഈ ഒരു 3ാമത്തെ ആടിനെ അതിനെ കൊല്ലത്തില്ല. അതിനെ ബലിപീഠത്തെ വെച്ച ശേഷം അതിനെ ഒരു ചുവന്ന അങ്കിയൊക്കെ ഉടുപ്പിച്ച് ഈ പറയുന്ന ജനത്തിൻ്റെ മുഴുവൻ പാപങ്ങളും പിന്നെ ആടിൻ്റെ മേലെ ആരോപിക്കും. ഇപ്പോഴത് ചെയ്യുന്ന കാര്യമില്ല, പഴയ നിയമകാലത്ത് ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആചാരങ്ങളുണ്ട്. ഇവർ ഉപവാസം എടുക്കും, പ്രാർത്ഥിക്കും, ഇതൊക്കെയുണ്ട്. പക്ഷേ ഈ പറയുന്ന മൃഗബലി മാത്രമില്ല. അപ്പോൾ ഈ അസാസേൽ എന്ന് പറയുന്ന ഈ പിന്നെ പിശാചിന് വേണ്ടി ഈ ആടിനെ ബലിപീഠത്തിൽ വെച്ച ശേഷം ഈ പിശാചിന് ബലിയായിട്ട് ഈ ആടിനെ ഒരു ചുവന്ന പിന്നെ
അങ്കി കൊണ്ട് പൊതിഞ്ഞ് ഇതിനെ മരുഭൂമിയിലേക്ക് വിടുകയാണ് ചെയ്യുക. അപ്പം മരുഭൂമിയിലെ ചെന്നായ്ക്കൾ ഇതിനെ പിടിച്ച് തിന്നുന്നതോടുകൂടി, ഇതിനെ ആക്രമിച്ച് കൊന്നു തിന്നുന്നതോടുകൂടി ഇവരുടെ എല്ലാ പാപങ്ങൾക്കും മോചനം കിട്ടിയെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ അസാസേലിന് വേണ്ടി ഒരാടിനെ വയ്ക്കുന്നു. ഈ ആടിനെ വൈൽഡർനെസ്സിലേക്ക് തള്ളിവിടുന്നു, അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് തള്ളിവിടുന്നു. അതിനെ കാട്ടുമൃഗങ്ങൾ കൊന്ന്, അല്ലെങ്കിൽ മരുഭൂമിയിൽ അടഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ കൊന്ന് ഇതിനെ ഭക്ഷിക്കും. അതോടൊപ്പം അവിടെ നിന്നാണ് ഈ സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്ന ഈ വാക്ക് ഉദയം ചെയ്തു വരുന്നത്. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന സ്കേപ്പ് ഗോട്ട്, അതായത് ബലിയാടെന്ന് മലയാളത്തിൽ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, വളരെ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് ആരുടെയോ പാപത്തിന് വേണ്ടി പാപം ചുമക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആളെന്ന നിലയ്ക്കാണ് നമ്മൾ ബലിയാട് അഥവാ സ്കേപ്പ് ഗോട്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അത് ഇവിടെ നിന്ന് വരുന്ന വാക്കാണത്. ഈ പർട്ടിക്കുലർ ഈ ആചാരത്തിൽ നിന്നാണ് ആ വാക്ക് വരുന്നത്. അപ്പോൾ ഈ യോം കിപ്പോർ എന്ന് പറയുന്നത് അവർക്ക് അത്ര വിശിഷ്ടമായ ദിവസമാണ്. ഒരു ജോലിയും വന്ന് അവർ ചെയ്യില്ല. നമുക്കറിയാം ഇവിടെ ഈവൻ പിന്നെ അവരുടെ ഒരു ഈ 7th ഡേ പോലും അവർ പിന്നെ ഒരു തരത്തിലുള്ള ജോലിയും ചെയ്യുകയില്ല എന്നുള്ളത് നമുക്കറിയാം. ആഴ്ചയുടെ 7ാം ദിവസം അതിനേക്കാളൊക്കെ ഇതും ഒരു ആഴ്ചയുടെ ശനിയാഴ്ചയായിട്ടാണ് ഇത് വരിക. കലണ്ടർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് സാറ്റർഡേ വരുന്ന രീതിയിൽ അവർ കലണ്ടർ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയുള്ളൂ. അപ്പോൾ ഇത് പിന്നെ ഒരു സാറ്റർഡേ ആയിരിക്കും. അപ്പോൾ ആ സാറ്റർഡേയിൽ ഇവർ ഒരു തരത്തിലുള്ള ജോലിയും ചെയ്യില്ല, അനങ്ങില്ല. ഇവർ റിപ്പൻറ്റൻസ് പൂർണ്ണമായും റിപ്പൻറ്റ് ചെയ്തുകൊണ്ട് ദൈവത്തിൽ സമർപ്പിച്ച് പൂർണ്ണമായ ഉപവാസം അനുഷ്ഠിക്കുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇവർ ഒരു തരത്തിലും റിയാക്ട് ചെയ്യുകയില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈജിപ്തും സിറിയയും ഒരു സർപ്രൈസ് അറ്റാക്ക് ഇവരുടെ മേലെ അടിച്ചുവിടുന്നത്. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കുറച്ച് ഹിസ്റ്ററിയും കൂടി ഈ കാലഘട്ടത്തിൽ, 1972 ഈ യുദ്ധം സംഭവിക്കുന്നത്. 1973 ഒക്ടോബർ 6 മുതൽ 25 വരെയാണ് ഈ യുദ്ധം സംഭവിക്കുന്നത്. ഇതിനെ 4th അറബ് ഇസ്രായേൽ വാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സുയേസ് ക്രൈസിസ് നമ്മൾ ഓർക്കണം. 1956 സുയേസ് ക്രൈസിസ്. ആ സുയേസ് ക്രൈസിസിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമായി നമ്മൾ പറഞ്ഞത് ബ്രിട്ടൻ എന്ന് പറയുന്ന ലോകത്തിൻ്റെ പകുതി കൈവശം വെച്ചിരുന്ന ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ശക്തി USSRൻ്റെയും അമേരിക്കയുടെയും മുൻപിൽ നിഷ്പ്രഭമായി പോയ യുദ്ധമാണ് സുയേസ് ക്രൈസിസ് എന്ന് പറയുന്നത്. നമ്മൾ ആ വോളിയം പറയുന്ന സമയത്ത് വ്യക്തമായി പറഞ്ഞിരുന്നു. അപ്പോൾ വേൾഡ് പവറിലെ വലിയ ചേഞ്ചസ് ഈ ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരുന്നുണ്ടെന്ന് നോക്കണം. അത് കഴിഞ്ഞ് USSRും US രണ്ട് ഭാഗത്ത് വരുന്നു. ഏതിനാണ് കൂടുതൽ ശക്തി എന്നറിയാത്ത നിലയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. വലിയ മത്സരം ഇവരുടെ ഇടയിലുണ്ട്. അതിനോടനുബന്ധിച്ച് കോൾഡ് വാർ എന്ന് പറയുന്ന ആ സംഗതി പൊങ്ങി വരുന്നു. അപ്പോൾ ഇതിൽ USSR എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ സർവ്വ തോന്നിവാസനും കൂട്ടുനിൽക്കുന്ന ഒരു കൺട്രിയായിട്ടാണ്. ഈ കാര്യം പറഞ്ഞാൽ ഇന്ത്യയുടെ വലിയ സുഹൃത്താണെങ്കിലും ശരി, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഈദി അമീൻ്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്ത് USSR ആയിരുന്നു. ഈ ഈദി അമീൻ ആയുധങ്ങൾ കൊടുത്തുന്ന USSR ആയിരുന്നു. മനുഷ്യൻ്റെ ഇറച്ചി ഭക്ഷിക്കുന്ന ആളായിരുന്നു ഈദി അമീൻ എന്ന് നമുക്കറിയാം. അയാളുടെ ഫ്രിഡ്ജിൽ എപ്പോഴും മനുഷ്യൻ്റെ മാംസം സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യ മാംസത്തിന് ഭയങ്കര രുചിയാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ. അപ്പം അയാളെ സപ്പോർട്ട് ചെയ്തിരുന്ന USSR ആണ്. അപ്പോൾ USSR അങ്ങനെ സർവ്വ വിക്കറ്റ് നേഷൻസിനെയും സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഈ USSRൻ്റെ സഹായമായിരുന്നു ഈജിപ്തിന് ലഭിച്ചിരുന്നത്. അപ്പോൾ ഈജിപ്ത് USSRൻ്റെ ചേരിയിലായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ച് ഈ അറബ് ഏരിയയിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഈ ഓയിലൊക്കെ കണ്ടുപിടിച്ച് പിന്നെ ഓയിലിൻ്റെ ഈ അറബ് പ്രദേശത്ത് ധാരാളം ഓയിലുണ്ടെന്ന് മനസ്സിലാക്കുകയും ആ ഓയിലിൻ്റെ സാധ്യതകളിലേക്ക് എത്തുന്നതേ ഉള്ളൂ. നമ്മളുടെ നാട്ടിലൊക്കെ 1980 വരെ കരി വണ്ടികൾ, അതായത് കൽക്കരി കൊള്ളുന്ന വണ്ടികളാണ് ഓടിക്കുന്നത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ കൽക്കരിയാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചത്. ആ കൽക്കരിയിൽ നിന്ന് ഓയിലിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുന്ന കാലമാണ്. അപ്പോൾ ഈ ഓയിൽ എത്രയും കൈവശപ്പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റ് ആണ്. നേരെ മറിച്ച് USSRന് ഇൻട്രസ്റ്റ് ഇല്ല, കാരണം അവർക്ക് ഇഷ്ടംപോലെ ഓയിലുണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ആവശ്യത്തിന് ഓയിലില്ല. പിന്നീടാണ് അമേരിക്കയിലെ ഷെൽ ഓയിലൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ പറയുന്ന റീജിയണിൽ, ഈ അറബ് റീജിയണിൽ പിന്നെ അമേരിക്കയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അറബ് രാജ്യങ്ങളെ ഒരു തരത്തിലും പിണക്കരുതെന്നും ഈജിപ്തിനെ എങ്ങനെയെങ്കിലും അമേരിക്കൻ ചേരിലേക്ക് എത്തിക്കണമെന്നുമുള്ളത് അമേരിക്കയുടെ വലിയ താല്പര്യമാണ്. അതുകൊണ്ട് 67 സർപ്രൈസ് അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം സ്ട്രിക്റ്റ് ആയിട്ട് ഇസ്രായേലിനോട് അമേരിക്ക പറഞ്ഞുകൊണ്ട് ഇനി മേലാൽ ഈ പണി ചെയ്തത്. സർപ്രൈസ് അറ്റാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അറബ് രാജ്യങ്ങളുടെ മേലെ നിങ്ങൾ കയറാൻ പാടില്ല, അറബ് രാജ്യങ്ങളെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇനിയൊരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം ആക്രമിക്കുന്ന അറബ് രാജ്യങ്ങളായിരിക്കണം. അറബ് രാജ്യങ്ങൾ ആക്രമിച്ചതിന് മറുപടിയായിട്ടല്ലാതെ നിങ്ങൾക്ക് ഈ അറബ് രാജ്യങ്ങളെ തിരിച്ചാക്രമിക്കാൻ പാടില്ല. ഈ യോം കിപ്പോർ വാറിനെ സംബന്ധിച്ചുള്ള വിവരം യോം കിപ്പോർ എന്നുള്ള ഡേക്ക് മുമ്പ് തന്നെ ഏകദേശം ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വാർ പ്രിപ്പയർനെസ് അവർ പലപ്പോഴും സർപ്രൈസ് അറ്റാക്കിന് വേണ്ടി ആലോചിച്ചിരുന്നു. പക്ഷേ ഗോൾഡ മേയർ ആയിരുന്നു അന്ന് പിന്നെ പ്രധാനമന്ത്രി. അവർ ലേഡിയാണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് അതിനുള്ള ധൈര്യം മാത്രമല്ല, അമേരിക്ക എന്ന ഒരു തരത്തിലും ഇവർക്ക് പിണക്കാനാവില്ല. കാരണം അമേരിക്കയെ പരിപൂർണമായും ആശ്രയിച്ചാണ് ഇസ്രായേലിൻ്റെ നിലനിൽപ്പ്. ആയുധങ്ങൾ മുഴുവൻ അമേരിക്കയിൽ നിന്ന് വരണം. അപ്പം പിന്നെ നിക്സൺ പറഞ്ഞത് അങ്ങനെ ഒരു സർപ്രൈസ് അറ്റാക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ മുട്ടുസൂചി പോലും നിങ്ങൾക്ക് തരികയാണെന്നാണ് പറയുന്നത്. പിന്നെ ഹെൻറി കിസിഞ്ചർ എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും
അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പിന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഹെൻറി കിസിഞ്ചർ എന്ന് പറയുന്ന വലിയ രാജ്യതന്ത്രജ്ഞനാണ് ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹവും ഇസ്രായേലിനെ സ്ട്രിക്റ്റായി വാൺ ചെയ്തിരുന്നു. ഒരു കാരണവശാലും ദ ഫസ്റ്റ് അറ്റാക്കർ ഷുഡ് നോട്ട് ബി ഇസ്രായേൽ, അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വരണം. അപ്പോൾ ഈ അറബ് ഏരിയയിൽ ഈ ഓയിലിനെ ബേസ് ചെയ്തുകൊണ്ട് അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും വലിയ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് അറബ് രാജ്യങ്ങളെ പിണക്കാൻ ഒരു തരത്തിലും അന്ന് യൂറോപ്യൻ രാജ്യങ്ങളോ അമേരിക്കയോ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇസ്രായേലിനെ രക്ഷിക്കുകയും വേണം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓർത്ത് വയ്ക്കണം. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അവരുടെ കൈ ഇക്കാര്യത്തിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. നേരെ ചാടി കയറി ഇവരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല അവരുടെ ഭൂമി ഇവർ പിടിച്ച് കൈവശം വെച്ചിട്ടുണ്ട്. അപ്പം യുഎനിൽ നിന്നൊക്കെ അതിൻ്റെ പേരിൽ ധാരാളം ചീത്ത ഇസ്രായേൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്ക വീറ്റോ ഇതുവരെ സംരക്ഷിക്കുന്നുണ്ട്. ദാറ്റ് ബാക്ക്ഗ്രൗണ്ട് ഈസ് ദ. പിന്നെ സയൻസിനെ സംബന്ധിച്ച് സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയൊന്നും വളർന്നിട്ടില്ല. ഈ ഇസ്രായേൽ ഇന്ന് പവർഫുള്ളായി നിൽക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള അവരുടെ അഡ്വാൻസ്മെൻറ്റ് കൊണ്ടാണ്. അവരെല്ലാവരും കഴിഞ്ഞ് ഒരുപാട് മുമ്പിലാണ്. അത് ഇൻഫർമേഷൻ ടെക്നോളജി വന്നതോടെ ആ കുതിച്ചുചാട്ടം അതിഭീകരമായിട്ട് മുൻപോട്ട് പോവുകയും അറബ് രാജ്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള എക്കണോമിക് എക്സലൻസും ഇല്ലാത്തത് കൊണ്ട് അത് വല്ലാതെ പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പിന്നെ അന്ന് ഈ 72 വാറിൻ്റെ സമയത്തൊക്കെ ഉള്ള ഏറ്റവും വലിയ IT ടൂൾ എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടറാണ്. സെമി കണ്ടക്ടർ വെച്ചിട്ടുള്ള കളിയെന്ന് അറിയുള്ളൂ. ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ലേറ്റ് 70s കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് early 70s ആണ്. early 70s സെമി കണ്ടക്ടറാണ് ആകെയുള്ള പിന്നെ ഈ ആയുധം. അത് വെച്ചിട്ട് റേഡിയോയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ റേഡിയോയാണ് പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ടൂൾ എന്ന് പറയുന്നത്. കൂടാതെ ലാൻഡ് ഫോൺ എന്ന് പറയുന്ന സംഗതിയുണ്ട്. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം ഇല്ല. പിന്നെ അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ ജനറേഷൻ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അത്രയും വ്യത്യാസമുണ്ട് ടെക്നോളജി ആയിട്ട്. അതുപോലെ പോളിമർ, പ്ലാസ്റ്റിക് എന്നൊക്കെ പ്രധാനം മാർക്കറ്റ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. 60കളിലാണ് പ്ലാസ്റ്റിക് കണ്ടുപിടിക്കുന്നത്. 70കളിലാണ് പതുക്കെ വരുന്നത്. അപ്പം ഈ പറയുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിലെ കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ ഇതൊക്കെ വളരെ ലോ ആയി നിൽക്കുന്ന ഒരു കാലം. ഒരു ക്രൂഡ് വേൾഡാണ്. ആ ക്രൂഡ് വേൾഡിൽ കാര്യങ്ങൾ ഈ പറയുന്ന വേഗതയിലൊന്നും മുന്നോട്ട് പോകുകയില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചും അവർ അന്ന് നിശ്ചയമായും എന്നും ഏത് യുദ്ധത്തിലും നമുക്ക് മനസ്സിലാകും ഇസ്രായേലിനോട് ഒരു പ്രോവിഡൻസ് ഉണ്ട്, ദൈവാനുഗ്രഹമുണ്ട്. അപ്പോൾ അത് കൊണ്ടാണ് അവരെപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പിന്നെ ഈ സയൻസ് ആൻഡ് ടെക്നോളജി ആ ഒരു ലെവലിൽ മാത്രം എത്തിയിട്ടുള്ള സംഗതിയാണ്. റോക്കറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് 1969 ചന്ദ്രനിൽ അമേരിക്ക കാലുകുത്തുന്നത് നമുക്ക് 1969. അതിനുശേഷമാണ് ഈ മിസൈൽ ടെക്നോളജിക്ക് ഇതുപോലെ വളർന്നു വരുന്നത്. ഇപ്പോൾ റോക്കറ്റ് ടെക്നോളജി മിസൈൽ ടെക്നോളജി ഹാൻഡ് ഇൻ ഹാൻഡ് ആണ്. അത് ഇങ്ങനെ ഒന്നിച്ചേ പോവുള്ളൂ. അപ്പം റോക്കറ്റ് ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന കാലം ഇസ്രായേലും അമേരിക്കയും ഇഞ്ചോടിഞ്ച് മത്സരിക്കുന്നതാണ്. രണ്ടും ഒരുപോലെ മുന്നോട്ട് വരുന്നു. അപ്പം ഈ 70കളിൽ 80 90 USSR വീണ കഥ നമുക്കറിയാം. അപ്പോൾ USSR വീഴാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം അവർ ജനത്തെ തീർത്തും അവഗണിക്കുകയും ഈ ഭരണകൂടത്തിൽ ഇരിക്കുന്നവർ അഴിമതി, കേരളത്തിലൊക്കെ നടക്കുന്ന പോലെ തന്നെ ഭരണത്തിരിക്കുന്നവർ മൊത്തം തിന്നിട്ട് പോകും, കംപ്ലീറ്റ് അഴിമതി കാണിക്കുക. അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ, അത്തരം സാധനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മറ്റുള്ളതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക, കോമൺ പൊതുജനത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഈ ഭരണവും യുദ്ധവും രാജ്യം വളർത്തലും അവരുടെ ആ പിന്നെ മാർക്സിസ്റ്റ് ഐഡിയോളജി ലോകം മുഴുവൻ പരത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം. 70കൾ 80കളൊക്കെ ചരിത്രം ഇങ്ങനെ പാക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. സയൻസ് ഇങ്ങനെ വിടർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. കമ്പ്യൂട്ടർ ടെക്നോളജിയിലേക്ക് സയൻസ് വിടർന്നു വരുന്നത് 70കളുടെ അവസാന ഭാഗത്ത് 80കളുടെ ആദ്യ ഭാഗത്താണ്. അത് 90കളുടെ ആദ്യ ഭാഗത്ത് ഒരു കുതിച്ചു ചാട്ടത്തിലേക്ക്, ഒരു ഗ്രേറ്റ് ലീപ്പിലേക്ക് വരുന്നു. കമ്മ്യൂണിസം ടോന്ന് പറഞ്ഞ് താഴോട്ട് വീഴുന്നു. അത് റഷ്യ പൊളിഞ്ഞ് പാളീസായി പോകുന്നു. കാരണം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ എക്സ്പ്ലോഷൻ ഉണ്ടായ സമയത്താണ് റഷ്യ തകർന്ന് തരിപ്പണാവുന്നത്. അതോടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു അഡ്വാൻറ്റേജും എടുക്കുവാൻ റഷ്യക്ക് സാധിച്ചില്ല. റഷ്യ പൊളിഞ്ഞുപോയി. അതിൻ്റെ പുറകെ കൂടെ ചൈന എന്ന് പറയുന്ന രാജ്യം വളരെ സൈലൻ്റ് ആയിട്ട് വളർന്നു വരുന്നു. 70s ചൈന ഒരു വേൾഡ് പവറൊന്നും അല്ല, 80s അല്ല. അപ്പം അവർ പക്ഷെ വളരെ സൈലൻ്റായി ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും മെച്ചങ്ങൾ കൊയ്തെടുത്തുകൊണ്ട് ആ രാജ്യം വളരുന്നു. അപ്പോൾ അതോടെ പോട്ടെ. എന്തായാലും പിന്നെ 4ാമത്തെ അറബ് യുദ്ധം എന്ന് പറയുന്ന ഈ 1973 നടന്ന യോം കിപ്പൂർ വാർ നടക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടിലാണെന്ന് മനസ്സിലാക്കുക. അപ്പം ഈജിപ്തും സിറിയയും ഇസ്രായേലിനെ തീർത്തും അപ്രതീക്ഷിതമായ ഒരു മൊമെൻറ്റിൽ ഒരു ഏരിയൽ അറ്റാക്ക് അല്ല നടത്തിയത്, ലാൻഡ് അറ്റാക്കാണ്. സിനായി പ്രദേശത്തേക്ക് ഈജിപ്ത് അരച്ചു കയറുന്നു, ഗോലാൻ കുന്നുകളിലേക്ക് സിറിയ അരച്ചു കയറുന്നു. 3 ദിവസത്തേക്ക് ഈജിപ്തിന് കാര്യമായ പുരോഗതി സിനായ് മേഖലയിൽ ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോഴേക്കും ഇസ്രായേൽ ഫോഴ്സ് ഡിഫെൻഡ് ചെയ്ത് 3ാം ദിവസം അവരെ സ്റ്റോപ്പ് ചെയ്തു. ഒക്ടോബർ 6 മുതൽ 73 ഒക്ടോബർ 6 മുതൽ 25 വരെയാണ് യുദ്ധം വരുന്നത്. ഇസ്രായേൽ അവരെ തിരിച്ചോടിക്കാൻ സാധിച്ചു. തിരിച്ചോടിച്ച് സൂയസ് കനാൽ ക്രോസ് ചെയ്ത് ഇസ്രായേൽ ഈജിപ്തിലേക്ക് കയറുകയും അവരുടെ ഇസ്മാലിയ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൻ്റെ വളരെ അടുത്തെത്തുകയും ചെയ്തു.
പക്ഷേ ഇസ്മായിലിയ പട്ടണം കഴിഞ്ഞാൽ പിന്നെ കെയ്റോയാണ്, അവരുടെ തലസ്ഥാനമാണ്. അപ്പോൾ ഈ ഇസ്മായിലിയ പട്ടണം പക്ഷേ പിടിച്ചെടുക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്താൻ ഈജിപ്തിന് സാധിച്ചു. വളരെ ഘോരമായ യുദ്ധം അവിടെ നടന്നു. ആ യുദ്ധത്തിൽ ഇസ്രായേലിന് ഇസ്മായിലിയ പട്ടണം കീഴടക്കാനായില്ല. അതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുന്നതിൽ ഈജിപ്ത് വിജയിച്ചു. അപ്പോൾ അത് ഇസ്രായേലിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് ഇസ്രായേൽ മനസ്സിലാവുകയാണ്. കാരണം എല്ലായിടത്തും പോയിട്ട് ജയിച്ച് കളയാൻ പറ്റില്ല എന്ന് ഇസ്രായേലിന് മനസ്സിലായ ഒരു മൊമെൻ്റ് ആയിട്ടാണ് ലോക ചരിത്രത്തിൽ അത് സൂചിപ്പിക്കുന്നത്. സിറിയയും ഇതുപോലെ ഗോലാൻ കുന്നുകളിലേക്ക് കുറച്ച് കടന്നു വന്നു. ഇതിൽ സിറിയയെ ഗോലാൻ കുന്നുകളിൽ നിന്ന് തിരിച്ച് പായിക്ക് മാത്രമല്ല സിറിയയുടെ കുറച്ച് പ്രദേശം കൂടി അഡീഷണലായിട്ട് ഈ ഇസ്രായേൽ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഈജിപ്തിൻ്റെ ഭാഗത്തു നിന്നും ഈജിപ്ത് സിനായ് മരുഭൂമിയിൽ സിനായി പ്രദേശത്ത് കുറച്ചുള്ളിലേക്ക് കടന്നു. പകരം ഇസ്രായേൽ അവരുടെ മെയിൻ ലാൻഡിൽ കിടന്ന് കുറച്ച് ഭാഗത്തേക്ക് ഇസ്രായേൽ കടന്നു. അപ്പോൾ ഇവർ സിനായിൽ എത്ര പ്രദേശം പിടിച്ചോ കറസ്പോണ്ടിങ് ഏറിയ സൂയസിൻ്റെ മറ്റേ കരയിൽ ഇസ്രായേലും പിടിച്ചെടുത്തു, അവരുടെ കയ്യിലും വെച്ചു. അങ്ങനെ 25-ാം തീയതി ഒക്ടോബർ 25-ാം തീയതി UN ഇടപെട്ട് വെടിനിർത്തൽ വരുന്നതിന് തൊട്ട് മുൻപ് ഡമാസ്കസ് കംപ്ലീറ്റ്, സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ് കംപ്ലീറ്റ് ഇസ്രായേൽ ബോംബ് ചെയ്ത് തകർന്ന് തരിപ്പണായി കിടന്നു. അപ്പോൾ അവർക്ക് വേണ്ട സംഗതികൾ അവർ അച്ചീവ് ചെയ്തു. പക്ഷേ അവരെ സ്റ്റോപ്പ് ചെയ്യാൻ അറബ് രാജ്യങ്ങൾക്ക് കഴിയും എന്നുള്ള ഒരു ചിന്ത വരത്തക്ക രീതിയിലേക്ക് കാര്യങ്ങളെത്തി. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും 2500 ആളുകൾ മരണപ്പെട്ടു. 7500 ആളുകൾക്ക് സീരിയസ് ആയിട്ടുള്ള മുറിവ് പറ്റി. 293 പേര് യുദ്ധ തടവുകാരായി. 125 എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം 67-ലെ വാറിൽ സംഭവിച്ചതുപോലെ വൺ സൈഡഡ് ആയിരുന്നില്ല യുദ്ധം. ഇവിടെ ഇസ്രായേലിന് 2500 ആളുകൾ മരിക്കുകയും 7500 പേർക്ക് മുറിവ് പറ്റുകയും 293 പേര് പിടിക്കപ്പെടുകയും 125 എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. മറുഭാഗത്ത് അതിനെ കഴിഞ്ഞ് എത്രയോ ഭീകരമായ നഷ്ടം ഉണ്ടായി എന്നുള്ളത് ശരി തന്നെയാണ്. അവർക്ക് ഈജിപ്തിനും സിറിയയ്ക്കും കൂടി ഏകദേശം 18,500 ആളുകൾ മരിച്ചു. അതിൽ 15,000 പേരും ഈജിപ്തുകാർ തന്നെയാണ്. ഏകദേശം 50,000-ഓളം പേർക്ക് മുറിവ് പറ്റി. അതിൽ 40,000 പേരും ഈജിപ്തുകാരാണ്. 8,783 പേരെ യുദ്ധ തടവുകാരായിട്ട് ഇസ്രായേൽ പിടിച്ചെടുത്തു. അതിൽ 8,200-ഓളം ആളുകളും ഈജിപ്തുകാരാണ്. 514 എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ടു. അതിൽ 400-ഉം ഈജിപ്തിൻ്റെ എയർക്രാഫ്റ്റുകളാണ്. 19 നേവൽ വെസൽസ് മുങ്ങി, അത് 19 ഈജിപ്തിൻ്റെതാണ്. അപ്പോൾ നഷ്ടം പറ്റിയതൊക്കെ അവരുടെ ഭാഗത്താണ് വളരെ കൂടുതലുണ്ടായത്. എന്നാലും വൺ സൈഡഡ് ആയിരുന്നില്ല കാര്യങ്ങൾ. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ വിജയം നേടാനായി എങ്കിലും 67-ലെ യുദ്ധം പോലെ അല്ലെങ്കിൽ 48-ലെ യുദ്ധം പോലെ അല്ലെങ്കിൽ എൻഡബേ ഓപ്പറേഷൻ പോലെ തീർത്തും വൺ സൈഡായിട്ട് കാര്യങ്ങൾ സംഭവിക്കുകയില്ല എന്ന് ഇസ്രായേലിന് ബോധ്യപ്പെട്ട ഒരു യുദ്ധമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അറബ് ലോകത്തെ സംബന്ധിച്ച് ഇസ്രായേലിനെ ഒരു തരത്തിലും കീഴ്പ്പെടുത്താനാവില്ല എന്ന് അവർക്ക് 100% ബോധ്യപ്പെട്ടു. അപ്പോൾ ഒരു ഒന്നാന്തരം ഒരു പവർ ഒരു ആം റസലിംഗ് പോലെ രണ്ടുപേരും പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തി ഉപയോഗിച്ച് പിടിച്ചു. രണ്ടുപേരുടെ ശക്തി എന്താണെന്ന് രണ്ടു കൂട്ടർക്ക് മനസ്സിലായി. രണ്ട് കൈകൾക്കും ശക്തിയുണ്ടെന്ന് മനസ്സിലായി. അതോടെ രണ്ടു കൂട്ടരും മനസ്സുകൊണ്ട് ഇനി യുദ്ധം വേണ്ട എന്ന് തീരുമാനിച്ച യുദ്ധമാണ് ഈ യോം കിപ്പോർ വാർ എന്ന് പറയുന്നത്. ഈ 4th അറബ് ഇസ്രായേൽ വാറോടെ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധം അവസാനിക്കുന്നു. ഇത് പിന്നീട് ക്യാമ്പ് ഡേവിഡ് കരാറുകളിലേക്കൊക്കെയാണ് പിന്നീട് എത്തുന്നത്. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത്, ഇസ്രായേലിൻ്റെ സ്വന്തം ഏരിയ എന്ന് പറയുന്നത് 1948-ൽ ഇസ്രായേൽ നേടിയെടുത്ത ഏരിയ എന്ന് പറയുന്നത് 22,145 സ്ക്വയർ കിലോമീറ്ററാണുള്ളത്. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് 5,655 സ്ക്വയർ കിലോമീറ്ററാണ്. അത് പാലസ്തീനയുടെ ഭാഗം നമുക്കറിയാം. ഗാസ 365 സ്ക്വയർ കിലോമീറ്ററാണ്. അതും പാലസ്തീനയുടെ ഭാഗമാണ്. പക്ഷേ ഇത് രണ്ടും ഇപ്പോൾ ഇസ്രായേൽ കൺട്രോളിലാണ്. 22,145 ഇസ്രായേലിൻ്റെ സ്വന്തം ലാൻഡ്, വെസ്റ്റ് ബാങ്ക് 5,655 സ്ക്വയർ കിലോമീറ്റർ, ഗാസ 365 സ്ക്വയർ കിലോമീറ്റർ. സിറിയയിലെ ഗോലാൻ ഹൈറ്റ്സ് ഇസ്രായേൽ പിടിച്ചെടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അത് 1,800 സ്ക്വയർ കിലോമീറ്റർ. ഇപ്പം ഈ 2024 ഒരു 400 സ്ക്വയർ കിലോമീറ്റർ കൂടി മൗണ്ട് ഹെർമോൺ പിടിക്കുക വഴി ഇസ്രായേൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ലെബനോണിൽ നിന്ന് ഇപ്പം ലിത്താനിയ നദിയുടെ ഇപ്പുറത്തെ ഭാഗം ഇസ്രായേലിൻ്റെ കയ്യിലാണുള്ളത്. അത് ഏകദേശം 800 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. അത് ലെബനോണിൻ്റെ ഏകദേശം 10-1 വരും. അതും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. സിനായ് മരുഭൂമി പിന്നീട് ക്യാമ്പ് ഡേവിഡിൽ ഈജിപ്തിന് തിരിച്ചു കൊടുത്ത കാര്യം നമുക്കറിയാവുന്നതായിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ക്യാമ്പ് ഡേവിഡിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കും.